നമുക്ക് ഈ കണക്കുകൾ പുതിയതായി വന്ന പ്രേക്ഷകർക്ക് നമ്മുടെ ഈ അനാമോർഫിക് മെഗാ ഷോ ആ വിഷ്വൽ എക്സ്പീരിയൻസ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, അതായത് സ്ക്രീനിൽ നിന്ന് ഒരു ത്രിമാന സ്വഭാവമുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നുവെങ്കിൽ അത് ഈ ഒരു വിഷ്വൽ മാജിക്കിന്റെ ഒരു ഗുണമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ അതിന്റെ സീറ്റ് നിലയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, പ്ലേ പ്ലേ പ്ലേ. നമുക്ക് അതിൽ നമ്മുടെ സീറ്റ് ഷെയർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വോട്ട് ഷെയറും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ എസ് കെ സൂചിപ്പിച്ച പോലെ ടോട്ടൽ സീറ്റിലേക്ക് നമുക്ക് പോകാം. UDF 102, ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഐതിഹാസികമായ വിജയമാണ് UDF ലഭിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് 2001 100 സീറ്റ് UDF കിട്ടിയതെങ്കിൽ ഇത്തവണ 102 72.86% സീറ്റ് ഷെയറിൽ വന്നിരിക്കുന്നത്. LDF 35 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നിരിക്കുന്നു. അതും ഏറ്റവും വലിയ പരാജയം ഇടതുമുന്നണി ഇത്തവണ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു. 25% സീറ്റ് ഷെയർ. NDAക്ക് അവർക്ക് ചരിത്രത്തിൽ ആദ്യമായി 3 പ്രതിനിധികളെ നിയമസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞിരിക്കുന്നു. NDAക്ക് 2.14% അവരുടെ ടോട്ടൽ സീറ്റ് ഷെയർ. അതായത് വോട്ട് ഷെയറോട് നോക്കണം. വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ LDF കിട്ടിയിരിക്കുന്നത് 31.8% വോട്ട് ഷെയർ ആണ്. UDF 43.40 എന്നിവനെ അറൌണ്ട് 12% വോട്ട് ഷെയർ വർധന അടുത്ത കാലത്തുള്ള ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ധാരണ. അതിന് ചരിത്രത്തിൽ പറയുന്നത് നോക്കണം. LDF 31.8, UDF 43.43. NDA 3 സീറ്റ് നേടിയെങ്കിലും 11.45% നിൽക്കുകയാണ് അവരുടെ വോട്ട് ഷെയർ. അത് പക്ഷേ ഒന്നുകൂടി ചിലപ്പോൾ അവസാനവട്ട കണക്കിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. എന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ തവണ 12%-ലധികം വോട്ട് നേടിയാണ്. അവിടെ താഴേക്ക് പോവുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. 13.32 ഉണ്ട് മറ്റുള്ളവർ. അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എങ്ങനെ ചിലപ്പോൾ NDAയുടെ അക്കൗണ്ടിലേക്ക് വരാൻ ചിലപ്പോൾ ആയിരിക്കും. എന്തായാലും NDA 11.45 ഒതുങ്ങാൻ ചാൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ അവർ 2021 നിന്നും 2021 14 ഓരോ വർഷം കുറഞ്ഞു വരുന്നു. ഇക്കുറി അത് കുറയാൻ വഴിയില്ല. കാര്യം 3 സീറ്റ് അവർ നേടിയത്. അപ്പോൾ ഈ പറയുന്ന വോട്ട് ഷെയർ, ഈ വോട്ട് ശതമാനം, ഈ 12% വോട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ അതികഠിനമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ, അതികഠിനമായ പിണറായി വിരുദ്ധ വികാരത്തിന്റെ നേർക്കുന്ന പ്രതിഫലനമാണ്. കേരളത്തിലുള്ള എല്ലാ മേഖലയും ഏതെങ്കിലും ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ പറയാൻ കഴിയില്ല. എല്ലാ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ കേരളം വേഴ്സസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ CPM കുറച്ച് വോട്ട് ഈ സീറ്റ് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ മേഖലകൾ, എല്ലാ ഡൊമിനൻസ്, ഏതെങ്കിലും തരത്തിൽ ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാ വോട്ടുകളും UDFിലേക്ക് ഈ പറയുന്ന കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, ധ്രുവീകരിക്കപ്പെടുന്നു. അങ്ങനെയാണ് 12% മാരകമായ വോട്ട് ഷെയർ ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ 2016 ഇടതുമുന്നണിക്ക് കിട്ടിയത് 91 സീറ്റായിരുന്നു. 2021 ആയപ്പോഴേക്കും ഭരണ തുടർച്ച വരുമ്പോൾ അവരുടെ സീറ്റിന്റെ നില 99 ഉയർന്നു. അപ്പോൾ ഇടതുമുന്നണി പറഞ്ഞ ഞങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. നമുക്കറിയാം കോവിഡിന്റെ സാഹചര്യം ഉണ്ടായിരുന്നു, പ്രളയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്ത ഒരു സർക്കാരിന് കിട്ടിയ അംഗീകാരമായിരുന്നു 2021 ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച. പക്ഷേ UDFിനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമാണിത്. കാരണം 100 സീറ്റാണ് 2001 AK ആന്റണിക്ക് കിട്ടിയതെങ്കിൽ 102 സീറ്റിലേക്ക് അവർ വളർന്നു. മാത്രമല്ല ഈ ന്യൂനപക്ഷ കൺസോളിഡേഷൻ കൃത്യമായി നടന്നിട്ടുണ്ട്. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കൃത്യമായി അവിടുത്തെ മുസ്ലിം വോട്ടുകൾ പോലും പിണറായി വിജയനെതിരെ നിന്നു. അപ്പോൾ ഇത് ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും ഒരുപോലെ വലിയ കൊടുങ്കാറ്റായി കേരളത്തിൽ വീശി എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അതിന് മറ്റൊരു തെളിവാണ് മന്ത്രിമാർക്കുണ്ടായ വലിയ തിരിച്ചടി. പക്ഷേ CPI മന്ത്രിമാർക്ക് അത്ര വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടില്ല. P പ്രസാദ് വിജയിച്ചു, K രാജൻ വിജയിച്ചു. അങ്ങനെ CPIയുടെ മന്ത്രിമാർക്ക് GRN വിജയിച്ചു. അങ്ങനെ അവർക്ക് വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിമാർ തോറ്റു. ജോർജ് ഉൾപ്പെടെ അവർക്ക് കനത്ത പരാജയം ഏൽക്കേണ്ടി വന്നു. KN ബാലഗോപാലാണ് അതിൽ രക്ഷപ്പെട്ടത്. 20 മന്ത്രിമാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P പ്രസാദ്, GRN K രാജൻ 3 CPI മന്ത്രിമാരാണ്. 3 CPI മന്ത്രിമാർക്ക് മാത്രം അവിടെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. എത്രത്തോളം ആഴത്തിലാണ് ഭരണവിരുദ്ധ വികാരം എന്ന് വ്യക്തമാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം. തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് CPMന്റെ കൊടുങ്കോട്ടയാണ്. കാലാകാലങ്ങളിൽ അവിടെ CPM മാത്രം ജയിച്ച കോട്ട. അവിടെ VP മുസ്തഫ ആ നാട്ടുകാരനാണ്. ഇവിടെ എവിടോ കിടക്കുന്ന സന്ദീപ് വാര്യർ പാർട്ടി മാറി വന്ന് ട്രെയിൻ പിടിച്ച് അങ്ങോട്ടേക്ക് പോയി അവിടെ ഇറങ്ങി ജയിക്കണമെങ്കിൽ ഓർത്തു നോക്ക് ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.